Good afternoon. Okay, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ഇപ്പോ യെസ് എന്താ ഇവിടെ ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ഓൺ മ്യൂട്ട് കൊടുത്തേക്കാണ്. മ്യൂട്ട് നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഒക്കെ ഇവിടെ മ്യൂട്ട് ചെയ്തേക്കാണ്. ഇപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ കയറുന്നുള്ളൂ. ഒത്തിരി കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സംസാരമൊക്കെ വരുമ്പോഴും നമുക്ക് അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എന്റെ പേര് രമ്യ എന്നാണ്. ആരെങ്കിലും ഒക്കെ എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? യെസ് സർ, ജാസ്മിൻ കണ്ടിട്ടുണ്ട്. ചിലര് കണ്ടിട്ടില്ല. ജാസ്മിൻ എന്നെ എവിടെ വെച്ചിട്ട് കണ്ടേക്കുന്നേ? സാധാരണ പുതിയ ക്ലാസ് ആകുമ്പോൾ ചോദിക്കുമ്പോ മിക്കവാറും കണ്ടിട്ടില്ല എന്നാ പറയണേ. അതെ, കണ്ടിട്ടില്ല എന്നാ പറയണേ. ഓക്കെ, എന്തായാലും നിങ്ങള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടവരാണോ എല്ലാവരും? നിഷമാമ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നായിരുന്നു പണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് 4 മൊഡ്യൂളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അത് ഫസ്റ്റ് മൊഡ്യൂളില് 13 ചാപ്റ്റർ, സെക്കൻഡ് മൊഡ്യൂളില് 15 ചാപ്റ്റർ, തേർഡ് മൊഡ്യൂളില് വീണ്ടും 13 ചാപ്റ്റർ, ദെൻ ഫോർത്ത് മൊഡ്യൂളില് നമുക്ക് 11 ചാപ്റ്റർ. അങ്ങനെ മൊത്തം 52 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിലിപ്പോ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പേപ്പറിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം, ഈ പോർഷൻസ് ഒക്കെ ഒരാൾക്ക് തന്നെ എന്തായാലും എടുക്കാൻ പറ്റില്ല അല്ലെ. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമല്ല മറ്റു ക്ലാസ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സിന് ഈ പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് തന്നേക്കാണ് ഇവിടെ നിന്ന് തന്നെ. അപ്പൊ അതിനനുസരിച്ചാണ് ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് കിട്ടിയവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് എനിക്കിപ്പോ നിങ്ങൾക്ക് തന്നേക്കുന്ന ക്ലാസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 3 ദിവസം അടുപ്പിച്ച് തന്നെയാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്റെ ക്ലാസ്. പിന്നെ എന്റെ കൂടെ 2 ക്ലാസ്സുകളല്ലേ, ഒരാളും കൂടി ഉണ്ടാവും. ഇത് എന്നെ കൂടാതെ മറ്റു മിസ്സുമാര് അടുത്ത ദിവസങ്ങളിലായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ഇപ്പൊ ഒന്ന് ജോബ് സാറ് കയറിയായിരുന്നു അല്ലെ, ഇംഗ്ലീഷിന്റെ സാറ് കയറിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സാറേ നമ്മുടെ പുതിയ പിള്ളേരെന്ന് വെച്ചാൽ ഓക്കെ, വെരി ഗുഡ്, നല്ല പിള്ളേരെന്നൊക്കെ ആയിട്ടാ സാർ എന്റെ അടുത്ത് പറഞ്ഞത്. ആ റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതിന് ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ കുട്ടികൾ മുതൽ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ വരെ ഉണ്ട്. പിന്നെ കുറച്ച് വീട്ടമ്മമാരുണ്ടാവാം, കുറച്ച് നാള് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയെത്തുന്നവരുണ്ടാകാം അല്ലേ. അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ ഇവിടെ? അമ്മമാരൊക്കെ ഇല്ലേ? കുറച്ച് നാള് കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കില്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും എന്താ പറയാ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി മറ്റുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റും. കുഴപ്പമൊന്നുമില്ല. അപ്പോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? ഒരുപാട് വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയവുമില്ല. നിങ്ങൾക്കറിയാലോ, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും. 2നെയും കൂടി ചേർത്തിട്ട് 3 മാർക്കിന്റെ എക്സാം ഉണ്ടാകും. അതൊക്കെ കറക്റ്റ് ആയിട്ട് എക്സാമിന്റെ ടൈം ആവുമ്പോൾ നിങ്ങളെ അറിയിക്കും. അത് ഓർത്തും വിഷമിക്കണ്ട. എന്തായാലും നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങളെ പേഴ്സണലായിട്ട് ഞാൻ അങ്ങനെ ഇപ്പൊ പരിചയപ്പെടുന്നില്ല. ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളോട് അങ്ങനെ സംസാരിക്കാനുള്ള ഇതൊന്നും ഇല്ല. അതാണ് നമ്മൾ ഓൾറെഡി മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ മെസ്സേജുകൾ ഞാൻ ചോദിക്കും. ഓരോ പോർഷൻസ് കഴിയുമ്പോൾ ഓക്കെ ആണോ, ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പറയണം കേട്ടോ. മിസ് ഒന്നോട് റിപ്പീറ്റ് ചെയ്യാൻ. ഇനി സംശയം എന്താ പറയാ മനസ്സിലായവര് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പോലും മനസ്സിലാവാത്തവര് തീർച്ചയായിട്ടും പറയണം.
ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. ഇപ്പൊ ഒരുപാട് പ്രാരാബ്ദങ്ങളിൽ ബുദ്ധിമുട്ടിയൊക്കെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട ഒരു കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു റിസൾട്ടോട് കൂടി നിങ്ങൾ പാസ് ഔട്ട് ആവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. ഓക്കെ, പിന്നെ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നിങ്ങൾ ക്ലാസ് കേട്ട് ബോറൊക്കെ അടിക്കുമ്പോൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഓക്കെ കമ്പൊക്കെ നിങ്ങളുടെ കമ്പുകളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. ചില ക്ലാസ്സിലൊക്കെ നമ്മൾ പല ബാച്ചുകളിൽ കയറുന്നതല്ലേ, ചിലരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് മോർണിംഗ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് മിക്കവാറും തന്നെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല, ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പൊ 3-4 പ്രാവശ്യം ചോദിക്കുമ്പോഴാണ് കമ്പൊക്കെ തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ കമ്പൊക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷം. ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം ക്ലാസ്സുകൾ. നിങ്ങളും കൂടി നല്ല രീതിയിൽ എന്താ പറയാ സഹകരിച്ചാൽ മാത്രമേ എനിക്ക് എന്താ പറയാ നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കമ്പൊന്നും അടിക്കാതെ ഞാൻ എന്ത് മനസ്സിലാക്കുമോ? നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നല്ലേ? ക്ലിയർ ആണോ, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ കമ്പൊക്കെ തരിക. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. ബോയ്സ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ഇല്ല, ബോയ്സ് ഒക്കെ ഉണ്ടോ? അല്ല, നമ്മുടെ ചിലപ്പോ പേഴ്സണലി നമ്മുടെ ഗേൾസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അവരും കൂടി എന്തെങ്കിലും അതിനനുസരിച്ച് പറയണോളോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ടെക്സ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? ഇനി ചിലപ്പോ കുറച്ചു പേർക്കൊന്നും കിട്ടി കാണില്ല, അവര് വിഷമിക്കണ്ട, ഉടനെ തന്നെ കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവർ എന്തായാലും ക്ലാസ്സിൽ കയറുമ്പോൾ ടെക്സ്റ്റ് എടുത്ത് വെക്കാം. എന്താ വെച്ചാൽ അതിനകത്ത് ഇമ്പോർട്ടന്റ് കിട്ടി, കുറച്ചു പേർക്കത് കിട്ടി. ഓക്കെ, നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് ജോയിൻ ചെയ്തവരുണ്ടോ? പറവൂരൊക്കെ ഭാഗത്തു നിന്ന് ഒത്തിരി ദൂരെയൊക്കെ എന്നൊക്കെയാണോ ജോയിൻ ചെയ്തേക്കുന്നത്? ഒരാൾ മാത്രം എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ്. പറവൂരിനൊന്നും ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക. ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും എടുത്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഞാനൊരു 5 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കും, നമ്മൾ എടുത്തതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അത് നാളത്തേക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എത്രത്തോളം നമുക്ക് എഴുതാൻ പറ്റും, നമ്മളെ പഠിച്ചത് നമുക്ക് മനസ്സിലായോ എന്ന് നമുക്ക് ഒന്ന് സ്വയമായിട്ട് ഒരു അസസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്ത് പോകുക എല്ലാവരും. പിന്നെ എക്സാം ഒക്കെ നിഷമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ വാട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെഫിനിഷനും എസ്സേ പോലെ എഴുതാനൊന്നുമില്ല. സിമ്പിൾ ആണ്, എല്ലാവരും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ, ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ക്ലാസ് തുടങ്ങുന്ന ടൈമിന്റെ അന്നന്ന് എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ വായിച്ചു വെക്കും കേട്ടോ. ക്ലാസിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പക്കയായിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ സമയത്ത് എളുപ്പമാവാൻ വേണ്ടി തന്നെ ഞാൻ പറയണേ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. അപ്പൊ ആദ്യം മുതൽ ചില പിള്ളേരൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സാം കഴിയുമ്പോഴായിരിക്കും അയ്യോ മിസ് പറഞ്ഞു അത് ചെയ്യാമായിരുന്നു, എല്ലാ ദിവസവും വായിച്ചു വെക്കാൻ പറഞ്ഞിട്ട് എനിക്ക് എല്ലാ ദിവസവും വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഇതായിരുന്നു എന്നൊക്കെ പറയും അവര്. ചിലർ പറയും മിസ്സേ ആദ്യം മുതലൊക്കെ ഡെയിലി വായിച്ചുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റി, സിമ്പിൾ ആയിരുന്നു എന്നൊക്കെ പറയും. നമ്മളോട് ടീച്ചേഴ്സ് പറയാറില്ലേ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ? പറയാറില്ലേ കുഞ്ഞു ക്ലാസ്സിൽ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് വായിക്കും. എന്താ കാര്യം? ഇന്ന് നമ്മൾ നന്നായിട്ട് ഓർക്കില്ലേ, നാളെ വരുമ്പോ കുറച്ചധികം എന്തെങ്കിലും മിസ്സായിപ്പോ, പിറ്റേ ദിവസം ആവുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി മിസ്സാവും. ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അധികം ഓർമ്മ കിട്ടില്ല നമുക്ക്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ തലയിൽക്കൂടെ കുറെ കാര്യങ്ങളൊക്കെ ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നന്ന് പഠിക്കുന്നത് 2 ക്ലാസ് അല്ലേ വരുന്നുള്ളൂ, അധികം പോർഷൻസ് ഒന്നുമില്ല. അന്നന്ന് എടുക്കുന്നത് ജസ്റ്റ് അന്നന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാൻ എല്ലാവരും അത് ശ്രമിക്കുക. അപ്പൊ നമുക്ക് എക്സാമിന് അന്നേരം കഷ്ടപ്പെടേണ്ട വരില്ല. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ചാപ്റ്റർ, ഒരു പേജേ ഉള്ളൂ. ടെക്സ്റ്റ് കിട്ടിയവർക്ക് അറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ എന്താണ് അല്ലെ, ഹോസ്പിറ്റൽ എന്താണ്, ഡെഫിനിഷൻസ്, ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള പല ഡെഫിനിഷൻസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ഹോസ്പിറ്റല്? നമ്മൾ പോയിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലൊന്നും പോകാത്തവരാരും ഇല്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ
ചെല്ലുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ, നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയും കൊണ്ടാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണെങ്കിലും നമുക്ക് കാണാൻ പോയിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എന്തായാലും എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, ദി ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, hotel and hospice are all, according to etymology, related to the Latin noun hospice. ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വേർഡ് ഹോസ്പിറ്റൽസ്, നമുക്കറിയാം ഹോസ്പിറ്റൽ എന്താണ്. ഹോസ്പിറ്റൽ നമുക്ക് അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ പോയി നമുക്ക് മരുന്ന് മേടിക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ അല്ലെ, നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്ന പ്ലേസ് ആണ്. ഹോസ്റ്റൽ അറിയാലോ, ഹോസ്റ്റല് അല്ലെ, ഹോസ്റ്റലിലൊക്കെ നിൽക്കാറില്ലേ പിള്ളേരൊക്കെ, ദൂരെയുള്ളവരൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്നത് അല്ലെ, ഹോസ്റ്റല്. പിന്നെ അടുത്ത നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ, ഏതാണ്? ഹോട്ടൽ. ഹോട്ടൽ അറിയില്ലാത്തവരില്ല അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂജൻ പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവല്ലേ അല്ലെ, പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് ഒക്കെയാണ് അവര്. നമ്മുടെ പണ്ടത്തെ കാലമൊന്നും അല്ല, നമ്മളൊക്കെയാണ് വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ ഹോട്ടലിൽ പോകാത്തവരെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആരും തന്നെ ഇല്ല. ആ വേർഡ് നമുക്കറിയാം. ഇനി ഒരു വേർഡ് നോക്കി അവിടെ, ഹോസ്പിസ് എന്ന് പറഞ്ഞേക്കുന്നത്, HOSPICE, ഹോസ്പിസ്. ഹോസ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോസ്പിസ് സെന്റേഴ്സ്, സത്രം അല്ലെങ്കിൽ അഭയ കേന്ദ്രം. നമുക്ക് എന്താ പറയാ, വയസ്സായ ആളുകളൊക്കെ അവിടെ ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ എന്റർടൈൻമെന്റിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത് അല്ലെ. അവരുടെ വാർദ്ധക്യകാലത്ത് അവർക്ക് സന്തോഷമൊക്കെ ആയിട്ട് അവർ താമസിപ്പിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്. ട്രീറ്റ്മെന്റ് മാത്രമല്ല, അവർക്ക് ഇനി ബാക്കിയുള്ള കാലം നല്ല സന്തോഷവും എല്ലാവരും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് കഴിയാനൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു കേന്ദ്രം. അതാണ് അഭയ കേന്ദ്രം, സത്രം എന്നൊക്കെ പറയും ഹോസ്പിസ്. ഈ 4 വേർഡ്സും ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? അക്കോർഡിംഗ് ടു എറ്റിമോളജി. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രപരമായിട്ട്, the study of the origin and the history of words. ഭാഷാശാസ്ത്രപരമായിട്ട് ഇത് റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ. ഒരു ലാറ്റിൻ വേർഡ്, ലാറ്റിൻ നൗൺ ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. എങ്ങനെ ചോദിക്കാന്നറിയോ? ദ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് ആർ ഓൾ അക്കോർഡിംഗ് ടു എറ്റിമോളജി റിലേറ്റഡ് ടു ലാറ്റിൻ നൗൺ ഡാഷ്. ഏത് വേർഡിൽ നിന്നാ വന്നേക്കുന്നേ? ഈ വേർഡ്സ് എല്ലാം ഉത്ഭവിച്ചത് ഒരു ലാറ്റിൻ നൗൺ. ഏത് വേർഡാണ്? ഹോസ്പസ്. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്ത് വെച്ചത് ഹോസ്പസ്, ലാറ്റിൻ നൗൺ ഹോസ്പസ്. ഓക്കെ. The words hospitals, hostel, hotel, hospice are related to the Latin noun hospice. Hospice കിട്ടിയോ? HOSPES. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കിയേ, ഹോസ്പസ്. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡ് ആണെന്ന് പറഞ്ഞു അല്ലെ, ലാറ്റിൻ നൗൺ ആണ്. അതായത് ഈ ഹോസ്പിറ്റല്, ഹോട്ടല്, ഹോസ്പിസ്, ഹോസ്റ്റല് ഇതെല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത്? ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ വേർഡ് ഹാവിംഗ്. ഇനി ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ നോക്കി. എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് എന്നോ അല്ലെങ്കിൽ വിസിറ്റർ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? അതിഥി അല്ലെ, ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ, സന്ദർശകർ. നമ്മൾ സന്ദർശിക്കുന്ന ആൾ വിസിറ്റർ എന്നുള്ളതിന് ഓപ്പോസിറ്റ് മീനിങ് ആയ ഒരു വേർഡാണ് ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ്. ഹാവിംഗ് എ ഓപ്പോസിറ്റ്, ഒരു ഓപ്പോസിറ്റ് മീനിങ് ഉണ്ടെന്ന്. ഏതിന്? ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന ഓപ്പോസിറ്റ് മീനിങ്. അപ്പൊ എന്താവാം? ഹോസ്റ്റ് എന്ന് പറയാ അല്ലെ. ഹോസ്റ്റ്. ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഹോസ്റ്റ്. വിസിറ്ററിന്റെ ഏതാ? സ്ട്രേഞ്ചർ. അപ്പൊ അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, ഓപ്പോസിറ്റ് മീനിങ് പറയുന്നത്. അപ്പൊ ഹോസ്പസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? വേർഡിന് ഒരു ഓപ്പോസിറ്റ് മീനിങ് ഉണ്ട്. ഗസ്റ്റ് എന്നോ വിസിറ്റർ എന്നോ ഓപ്പോസിറ്റ് മീനിങ് ആണ്. അത് വൺ ഹു പ്രൊവൈഡിങ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. അല്ലെങ്കിൽ ഗസ്റ്റിനോ വിസിറ്ററിനോ ലോഡ്ജിങ്, താമസ സ്ഥലമോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർ and one who provides lodging, താമസ സ്ഥലം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് for the guest or visitor. ഗസ്റ്റിനോ വിസിറ്ററിനോ വേണ്ടിയിട്ട് ലോഡ്ജിങ്, ഒരു താമസ സ്ഥലം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് എന്നുള്ള മീനിങ് ഉണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഹോസ്പസ് എന്ന് പറഞ്ഞ ആ ഒരു ലാറ്റിൻ നൗൺ, അതിന്റെ മീനിങ് നമുക്ക് 4 മീനിങ് പറയാം. അതായത്
നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, വേർഡിന്റെ ഒരു സ്പെസിഫിക് ആയിട്ട് മീനിങ് ഇല്ല. അതിന്റെ ആ സന്ദർഭത്തിന് അനുസരിച്ച് വേർഡിന് മീനിങ് വ്യത്യാസം വരാം. ഇപ്പോ അതായത് ഹോസ്പസ് എന്ന സെന്റൻസ് നോക്കിയിട്ട് ഒരു നൗൺ ഫോമിലാണെങ്കിൽ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന് ഗസ്റ്റ് എന്ന് അർത്ഥമുണ്ട്, ഗസ്റ്റ് എന്ന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ വിസിറ്റർ എന്ന് അർത്ഥമുണ്ട്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങും ഉണ്ട്, അതായത് ഹോസ്റ്റ്, സ്ട്രേഞ്ചർ. അപ്പൊ ഈ 4 മീനിങ്ങും ശരിക്കും ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. അതൊന്ന് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ വാട്ട് ഇസ് ദ മീനിങ്? എന്താ ഹോസ്പസ്? ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻസിൽ 4 എണ്ണവും വരാം. മനസ്സിലായോ നിങ്ങൾക്ക് പറയണത്? അതിന്റെ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചേ. ഗസ്റ്റ് എന്നാവാം, GUEST. ഗസ്റ്റ് എന്ന് മീനിങ് ഉണ്ട്, ഒരു മീനിങ് ഉണ്ട് ഗസ്റ്റ്. അതിഥി. ഫോമിന്റെ രണ്ടാമത്തെ മീനിങ് ആണ് വിസിറ്റർ. വിസിറ്റർ എന്ന് പറയാം, VISITOR, സന്ദർശകൻ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങും വരാന്നാ പറയണേ. വേറൊരു സന്ദർഭത്തിലാണെങ്കിൽ ആ സെന്റൻസ് നോക്കണം. വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ അതിന് ഏതാ? ഹോസ്റ്റ് എന്ന് വരാം. അപ്പൊ മൂന്നാമത്തെ മീനിങ് ഏതാ? ഹോസ്റ്റ്, HOST, ഹോസ്റ്റ്, ഹോസ്റ്റ്. അടുത്ത് നോക്കിയേ, ഒരു നിങ്ങളുടെ സ്ട്രേഞ്ചർ, STRANGER, സ്ട്രേഞ്ചർ, സ്ട്രേഞ്ചർ. അപ്പൊ ഈ 4 മീനിങ്ങും ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ്. കിട്ടിയോ? 4 എണ്ണവും എന്തൊക്കെയാ? ഗസ്റ്റ്, വിസിറ്റർ, ഹോസ്റ്റ്, സ്ട്രേഞ്ചർ. അപ്പൊ നിങ്ങൾ എന്താ തന്നേന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻസ് കാണുമ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതിക്കോളണം കേട്ടോ. ഈ 4 മീനിങ്ങും വരാം നമുക്ക്. ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഇത് 4 എണ്ണോ, 4 എണ്ണത്തിൽ ഏതെങ്കിലും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇത് എഴുതിക്കോളാം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനിയിപ്പോ ഗസ്റ്റ് എന്നും വിസിറ്റർ എന്നും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ ബോത്ത് A and B എന്നുണ്ട്, അതും എഴുതാലോ. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന് 4 മീനിങ് ഉണ്ട്. ഏതൊക്കെ? ഗസ്റ്റ്, വിസിറ്റർ, ഹോസ്റ്റ്, സ്ട്രേഞ്ചർ. അത് എഴുതി വെച്ചോ, ഒന്ന് നോട്ട് ചെയ്തോ. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മുടെ ടെക്സ്റ്റ് അല്ലേ, നമുക്ക് അറിയില്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ചിലപ്പോ ചിലർക്ക് വേർഡിന്റെ മീനിങ് അറിയാൻ പറ്റൂലായിരിക്കും. അത് നമ്മൾ എഴുതി വെക്കണം. നമ്മൾ എഴുതാറില്ലേ? ഞാനൊക്കെ എഴുതാറുണ്ട്. ചെറിയ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ചില വേർഡ്സ് ഒക്കെ നമുക്ക് അറിയില്ല, ഇതിന് മീനിങ് അറിയില്ല, നമ്മളൊന്ന് എഴുതി വെക്കും. പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ വേറെ ആരെയും നോക്കണ്ട, മറ്റുള്ളവരെ എഴുതിയോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനതൊന്ന് എഴുതി വെക്കും. നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാ കേട്ടോ. അതുകൊണ്ട് ചില വേർഡ്സിന്റെ മീനിങ് അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, കുഴപ്പമില്ല. 4 മീനിങ്ങും വരാം. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ അല്ലെ? ഹോസ്പിറ്റല്, ഹോട്ടല്, ഹോസ്പിസ്, ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ വേർഡ് എല്ലാം ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ നൗൺ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഗസ്റ്റ്, വിസിറ്റർ അല്ലെങ്കിൽ ഹോസ്റ്റ്, സ്ട്രേഞ്ചർ. ഈ 4 മീനിങ് വരാം. ഓക്കെ, a place where guests are received, guesറ്റിനെ റിസീവ് ചെയ്യുന്ന പ്ലേസ്. From its gradual evolution through the 18th and 19th century, the hospital in the eastern and western world has come of age only during the past 15 years. Or so the concept of today's hospital contrastingly എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ളതാണ്. Basically, from the old idea of hospital as no more than a place for the treatment of the sick. സെന്റൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതിന് കുഞ്ഞു കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താന്ന് നോക്കിയാൽ നമുക്ക് കുഞ്ഞതായിട്ട് നോക്കാം. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് 18th and 19th century, 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സംരംഭം. എന്നാ 18th and 19th century, കഴിഞ്ഞ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ സംരംഭം ഇപ്പോ കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാണ്. മനസ്സിലായോ എന്താ പറഞ്ഞേക്കുന്നത് ആ സെന്റൻസില്? ഒരു 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സംരംഭം ഇപ്പൊ ഒരു 50 വർഷങ്ങളായിട്ട് പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാണ്. അപ്പൊ പഴയത് എന്തായിരുന്നു? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് എന്താന്ന് നോക്കിയോ? പഴയത് എന്തായിരുന്നു?
contrasting basically from the old idea of the hospital as no more than a place for the treatment of the sick. അപ്പൊ പണ്ട് എന്തായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരാശയം എന്തായിരുന്നു? രോഗങ്ങളായിട്ടുള്ള സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? രോഗികൾ അല്ലെ, രോഗങ്ങളുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലം മാത്രമായിരുന്നു പണ്ട് ഹോസ്പിറ്റൽ. മനസ്സിലായോ? പണ്ട് എന്തായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആശയം എന്താ? 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റല്. അന്ന് ഹോസ്പിറ്റലിന് എന്തായിരുന്നു ഒരു മീനിങ്? അന്നെന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിന്, രോഗികൾക്കൊക്കെ അല്ലെങ്കിൽ സിക്കായിട്ടുള്ളവർക്ക്, രോഗികൾക്കൊക്കെ ട്രീറ്റ്മെന്റ്, ചികിത്സ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഹോസ്പിറ്റല്. എന്നാൽ 50 വർഷങ്ങളായിട്ട്, നമുക്ക് കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിന് പുതിയ ആശയം വന്നു. ഇപ്പൊ എന്താണോ നമുക്ക് അടുത്ത പാരഗ്രാഫിൽ പറയണ്ടേ. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ആ പഴയ ഐഡിയയിൽ നിന്ന്, പഴയ ഒരു ആശയത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണെന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശയം. അതാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, പഴയ ഒരു ചിന്താഗതി, പഴയ ഒരു ആശയം അന്ന് എന്തായിരുന്നു? രോഗികൾക്ക് ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുന്ന സ്ഥലമായിരുന്നു അല്ലെ അന്ന്. 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഹോസ്പിറ്റല് ആവിർഭവിച്ചപ്പോൾ ഹോസ്പിറ്റലിന് ഒരു എന്താശയം? അതായത് അവിടെ രോഗികൾക്കൊക്കെ ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഇന്നൊരു 50 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ആ ആശയത്തിൽ നിന്ന്, പണ്ടത്തെ ഒരു കോൺസെപ്റ്റ്, അതിൽ നിന്നും തികച്ചും ഇന്ന് വ്യത്യസ്തമാണ്. കൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തമാണ്. പഴയ ആശയത്തിൽ നിന്നും ഇന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈനും ആ സെക്കൻഡ് ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്, 4 മീനിങ് എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി നോക്കാം. ഇനി ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ, നമുക്ക് എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളൊക്കെ. ഇനി നോക്കിയേ, കറക്റ്റ്ലി ഇന്നെങ്ങനെയാ നോക്കിയേ? The hospital are not just seen as a healing center. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹീലിംഗ് സെന്റർ. ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? രോഗശാന്തി കേന്ദ്രങ്ങൾ. അറിയില്ലാത്തൊരു മീനിങ് എഴുതിക്കോ, രോഗശാന്തി കേന്ദ്രങ്ങൾ. ഹീലിംഗ് സെന്റർ മാത്രമല്ല കണ്ടോ. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലേ ഒരു രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമല്ല ഇന്ന് ഹോസ്പിറ്റൽ, ബട്ട് also as a place that actually promote healthful living. അപ്പൊ ഇന്നെന്താണ്? ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമല്ല. ഇന്ന് ഹോസ്പിറ്റൽ എന്തും കൂടിയാണെന്നാ പറഞ്ഞേ? ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അങ്ങനെ തന്നെ ചോദിക്കാട്ടെ എക്സാമിന്. Currently, the hospital are not just seen as a healing centers, but also as a place that actually promote dash. ഇന്നിപ്പോ എന്തുകൂടി തരുന്നു? നമുക്ക് തരുന്നു? ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം കൂടി ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ തരുന്നു. മനസ്സിലായോ? പണ്ട് എന്തായിരുന്നു? ഒരു ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു, രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് എന്തായി അത്? ഇന്ന് അതിന് നമുക്ക് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ സെന്റൻസ്. The general public would prefer to visit a hospital that offers many facilities rather than going to a hospital that only satisfies the patient care. ശരിയല്ലേ? നോക്കിയേ, ജനറൽ പബ്ലിക് വുഡ് പ്രിഫർ, സാധാരണ ജനങ്ങള് പ്രിഫർ ചെയ്യുന്ന എന്താണ്? To visit a hospital that offers many facilities. നമ്മൾ അങ്ങനെയല്ലേ അല്ലെ? ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ആണോ? അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ നമ്മൾ നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോകാൻ നോക്കും അല്ലെ? അത് സ്വാഭാവികമാണ്. ജനറൽ പബ്ലിക് എന്താ ഇഷ്ടപ്പെടുന്നത്? കൂടുതൽ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഏതിനേക്കാളും many facilities rather than going to a hospital that only satisfy the patient care. അവരുടെ ആ രോഗി പരിചരണം അതിനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ കണ്ടോ
അവരുടെ ആ പേഷ്യന്റ് കെയറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാൾ, സംതൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ധാരാളം സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇന്ന് പബ്ലിക് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായോ? അവരെന്താ പറയുന്നത്? അപ്പൊ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, അവിടെ എന്താണ്, നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് ജനറൽ പബ്ലിക് ഇന്ന് പ്രിഫർ ചെയ്യുന്നത്. അവരതിനാ മുൻഗണന കൊടുക്കുന്നത്, പ്രിഫറൻസ് കൊടുക്കുന്നത് ധാരാളം സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്. ഏതിനേക്കാളും അവരുടെ ആരോഗ്യ പരിചരണ, പേഷ്യന്റ് കെയർ അതിനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ. In this concept, ഈ ഒരു ആശയത്തോട് കൂടി എന്താ, the image of the hospital gradually become good. In the hospital image എന്താ കൂടി, gradually become good, and they being raised again from just healing center for medical care and treatment to facilities. അപ്പൊ എന്താണ്, അപ്പൊ ഇതെന്ന് പറഞ്ഞ ഈ ഹോസ്പിറ്റല് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇതിലേക്ക് വരികയാണ്. ഗ്രാജുവലി ബിക്കം ഗുഡ്. ഹോസ്പിറ്റലിന്റെ ഇമേജ് തന്നെ നല്ലതായി. അത് ഏതിനേക്കാളും ആ ജസ്റ്റ് ബി ഒരു ഹീലിംഗ് സെന്റർ, രോഗശാന്തി കേന്ദ്രങ്ങൾ എന്നതിനൊപ്പം മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗി പരിചരണത്തിനും ട്രീറ്റ്മെന്റിനും വേണ്ടിയുള്ള ഒരു രോഗശാന്തി കേന്ദ്രങ്ങൾ എന്നതിനൊപ്പം തന്നെ ഈ ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ടത്. എന്തൊക്കെ ഫെസിലിറ്റിയാണ് നോക്കി, മെഡിക്കൽ ആൻഡ് ട്രീറ്റ്മെന്റ്, അതിനൊപ്പം തന്നെ അതിന്റെ ഫ്രം ജസ്റ്റ് ബീയിങ് ദ സെന്റർ ഫോർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഉണ്ടോ, അതായത് എന്താ പറയാ, ആ മെഡിക്കൽ കെയർ ട്രീറ്റ്മെന്റ് അതിന് തരുന്നതിനൊപ്പം തന്നെ ഈ ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റൽ നൽകുന്നുണ്ട്. എന്തൊക്കെ ഫെസിലിറ്റിയാ നോക്കിയേ, എന്തൊക്കെ ഫെസിലിറ്റിയാ തരുന്നേ, പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ് എന്ന് വെച്ചെന്താ, സമഗ്രമായ, അണ്ടർലൈൻ ചെയ്ത് അവിടെ ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോട്ട് അറിയില്ലാത്തവര്. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ എന്താ, സമഗ്രമായ, കോംപ്രിഹെൻസീവ് പ്രിവെന്റീവ് എന്ന് വെച്ചാൽ എന്താ, പ്രതിരോധിക്കുന്ന, പ്രതിരോധിക്കുന്ന. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗശാന്തി, ക്യൂറേറ്റീവ്. ആൻഡ് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ സേവനങ്ങള്, റീഹാബിലിറ്റേഷൻ സർവീസ്. ഈ ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റലിൽ തരുന്നുണ്ട്. ഏതിനൊപ്പം, മെഡിക്കൽ കെയർ ട്രീറ്റ്മെന്റ്, രോഗി പരിചരണം ട്രീറ്റ്മെന്റ്, അതിനോടൊപ്പം തന്നെ ഈ ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റൽ തരുന്നുണ്ട്. എന്തൊക്കെ ഫെസിലിറ്റി ആണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഹോസ്പിറ്റൽ പ്രൊവൈഡ് ഫെസിലിറ്റി പ്രൊവൈഡിങ് എന്തൊക്കെയാണ്, കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി ഹോസ്പിറ്റൽ തരുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇമേജ് നല്ലതായി ഉണ്ടോ. gradually become good. The image of the hospital gradually become good. മനസ്സിലായോ ആ പാരഗ്രാഫ്? അതായത് പണ്ട് ഒരു ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു, ഇന്ന് എന്തുകൂടി തന്നെ ഉണ്ട്, നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. അപ്പൊ സാധാരണ ജനങ്ങള് ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനേക്കാളും ധാരാളം സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു ആശയത്തോടു കൂടി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആശയം become good, നല്ലതായി. അവിടെ മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഈ ഫെസിലിറ്റികൾ കൂടി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തൊക്കെ ഫെസിലിറ്റിയാ, കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി ഹോസ്പിറ്റലിൽ തരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പാരഗ്രാഫ്? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും പാരഗ്രാഫില്. പിന്നെ ലാസ്റ്റ് ആ ഫെസിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നോക്കും കേട്ടോ. മെഡിക്കൽ കെയറും ഉണ്ട്, ട്രീറ്റ്മെന്റും ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസുകളും ഹോസ്പിറ്റലിൽ തരുന്നുണ്ട്. ഇനി അടുത്തത് ഡെഫിനിഷൻ ആണ്. ഹോസ്പിറ്റലിന്റെ ഒരു ഡെഫിനിഷൻ. എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയൂ. എന്താ ഹോസ്പിറ്റല്? ഇത് നോക്കി അത് പറയണ്ട, നിങ്ങളുടെ സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. എന്താണ് ഹോസ്പിറ്റൽ? മെസ്സേജ് ഇട്ടാൽ മതി. എന്താണ് ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലിൽ പോകാത്തവരാരും ഇല്ല, ഹോസ്പിറ്റല് കാണാത്തവരും ഇല്ല, അല്ലെ? എന്താ ഹോസ്പിറ്റല്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന്
ഒരു ഒന്നോ രണ്ടോ വേർഡ്സിൽ പറയാൻ പറ്റുമോ ഹോസ്പിറ്റൽ എന്താന്ന്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഹോസ്പിറ്റൽ എന്താന്ന് അറിയണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ് ആണ് അല്ലെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അത് നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. 3 ചാപ്റ്റർ തന്നെ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ അവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞതിലേക്ക് ഞാൻ പോകാത്തത്. നമുക്ക് അവിടെ പഠിക്കാനുണ്ട്, ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആണ്. ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണ് അല്ലെ. എന്താ ഹോസ്പിറ്റല്? എന്താണ് ഇനി? ക്യൂർ സെന്റർ. ഓക്കെ, രോഗശാന്തി തരുന്ന കേന്ദ്രങ്ങളാണ് നമ്മളെ അല്ലേ. രോഗശാന്തി തരുന്ന, നമുക്ക് അസുഖം വരുമ്പോഴല്ലേ പോണത്, അല്ലാതെ നമ്മള് എന്റർടൈൻമെന്റിന് വേണ്ടി പോകാറുണ്ടോ? നമുക്ക് ഇന്ന് ഇപ്പൊ വെറുതെ ഫ്രീയാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് വരാന്ന് അങ്ങനെ ഇല്ല അല്ലെ. നമ്മള് പാർക്കിൽ പോവും, ബീച്ചിൽ പോവും അല്ലെ, സിനിമയ്ക്ക് പോകും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. ഹോസ്പിറ്റലിൽ എന്തിനാ നമ്മൾ പോണത്? ഒന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്നത് അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴോ ഒക്കെ അല്ലെ, അവരെയൊക്കെ ഒന്ന് കാണാനോ, അല്ലെങ്കിൽ അമ്മാവനെയും കൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെയാ ഹോസ്പിറ്റലിൽ പോണത്. അല്ലാതെ വെറുതെ നമ്മൾ ഒരു തമാശക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഒന്നും ആരും പോകില്ല അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഹോസ്പിറ്റൽ ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ. ഡെഫിനിഷൻ പഠിക്കണ്ട കേട്ടോ. വാട്ട് ഈസ് ഹോസ്പിറ്റൽ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെഴുതും നമ്മള്? ഹോസ്പിറ്റൽ എന്ന് എഴുതണം അവിടെ അല്ലെ. എന്താണ് അതൊക്കെ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ, നമുക്ക് ചികിത്സാ സംബന്ധമായിട്ടുള്ള സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതുപോലെ നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫോർ ആർക്ക് വേണ്ടി? ഫോർ ഇൽ ഓർ ഇഞ്ചുറി അല്ലെ. നമുക്ക് രോഗം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇഞ്ചുറി, മുറിവ് പറ്റിയിട്ടുള്ള രോഗികളായിട്ടുള്ളവർക്കൊക്കെ മെഡിക്കൽ കെയർ, മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ്, നഴ്സിംഗ് കെയർ ഇതൊക്കെ നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ എഴുതും അവിടെ ഹോസ്പിറ്റലാന്നുള്ളത്. സിമ്പിൾ അല്ലേ? ഇപ്പൊ ഡെഫിനിഷന്റെ ഡാഷ് ഇട്ടുന്ന ഹോസ്പിറ്റൽ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് ഡെഫിനിഷൻ വാട്ട് ഈസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ഫുൾ ചെയ്തതാണ്. ഇത് വേണ്ട നമുക്ക് അവിടെ. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കും, അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്. മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ്, നഴ്സിംഗ് കെയർ ആർക്ക്? ഇല്ലായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇഞ്ചുറി, മുറിവ് പറ്റിയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഡെഫിനിഷൻ ആണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാണ് എന്താണ് ഹോസ്പിറ്റല്. An institution that make the use of physician. ആരെ? ഫിസിഷ്യനെ, സർജനെ, ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്, ഒരു കൂട്ടം ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫെസിലിറ്റികൾ കൂടി തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിസിഷ്യൻ ആരാ? ഫിസിഷ്യൻ? നമ്മള് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫിസിഷ്യനെ കാണാനാന്ന് പറയും. ഫിസിഷ്യൻ ആരാ? ജനറൽ ഡോക്ടർ ആണ് കേട്ടോ. എല്ലാത്തിനും നോക്കണില്ലേ? അല്ലെങ്കിൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഡോക്ടർ ഉണ്ടാവും അല്ലെ. കാർഡിയോളജിയിലാണെങ്കിൽ ആ സെക്ഷനിൽ ഡോക്ടർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ ഇതിനും നമുക്ക് കാർഡിയോളജിസ്റ്റ് ഉണ്ടാവും അല്ലെ. കാർഡിയോളജിസ്റ്റ്, ഓഫ്താൽമോളജിസ്റ്റ്, അങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഉണ്ടാവും. ജനറൽ ഡോക്ടറാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. എല്ലാ ഇതൊക്കെ നോക്കുന്ന ജനറൽ ഡോക്ടറാണ് ഫിസിഷ്യൻ. അപ്പൊ നോക്കിയേ, ഡോക്ടർ തന്നെയാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ഡോക്ടർ. നോക്കിയേ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ്, ആരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്? ആര്യ? ഫിസിഷ്യനെ. പിന്നെ അതുപോലെ തന്നെ സർജനെ. സർജറി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സർജൻ വേണ്ടേ? ഡോക്ടർ ഉണ്ട്, സർജന്, അതുപോലെ ഒരു ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകൾ വേണ്ടേ അവിടെ? ഒരു ഗ്രൂപ്പ് ടെക്നിക്കൽ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫെസിലിറ്റികൾ തരുന്നു. ഏതൊക്കെ ഫെസിലിറ്റി? ഡയഗ്നോസിസ്. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ രോഗം എന്താന്ന് രോഗനിർണയം നടത്തണം. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയം. രോഗം എന്താന്ന് കണ്ടുപിടിക്കണ്ടേ? അവര് ടെസ്റ്റ് ചെയ്യാൻ പറയൂലേ അല്ലേ? അല്ല ചെല്ലുമ്പോ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുമല്ലോ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡോക്ടർ പറയും ഒന്ന് ടെസ്റ്റ് ചെയ്തോ നമുക്ക്
എന്ന് പറയും അല്ലെ. ഇപ്പൊ വയറുവേദനയാന്ന് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്ത രോഗനിർണയം നടത്തണം, ഡയഗ്നോസിസ് നടത്തണം. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ എന്താ എന്തെങ്കിലും ഒരു കണ്ണുവേദനയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണെങ്കിലും ഡോക്ടർ പറയും എന്താ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ഒരു നെഞ്ചുവേദനയായിട്ട് ചെന്നു അല്ലെങ്കിൽ അതൊക്കെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണെങ്കിലും ഡോക്ടർ പറയും ഒന്ന് ചിലപ്പോ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും അല്ലെ. ഒന്ന് വീണോ, ഇന്ന് നമ്മളൊന്ന് വീണ് കഴിഞ്ഞ് കാലുവേദനയാന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞോ എല്ലിനോ എന്തെങ്കിലും ഇതൊക്കെ പൊട്ടുണ്ടോ എന്ന് അറിയാൻ ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റികൾ ഉണ്ട് അല്ലെ. രോഗം എന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം, അത് ആ ഫെസിലിറ്റി ഡയഗ്നോസിസ് പറഞ്ഞാൽ എന്താ രോഗനിർണയം. പിന്നെ അതുപോലെ തന്നെ തെറാപ്പികള്, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം നമ്മൾ പറഞ്ഞതാ റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ രോഗപ്രതിരോധം, എഡ്യൂക്കേഷൻ, ഇത് കൂടാതെ നമുക്ക് എഡ്യൂക്കേഷൻ തരുന്നുണ്ട്, റിസർച്ച് ഗവേഷണങ്ങൾ, ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. കണ്ടോ, ആരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫിസിഷ്യനെ, സർജനെ, ടീമോ ഒരു കൂട്ടം ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഫെസിലിറ്റികൾ കൂടി ഡയഗ്നോസ്റ്റിക്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച് തുടങ്ങിയ ഫെസിലിറ്റികൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. അവിടെ നമുക്ക് ചോദിക്കാലോ ആ സെന്റൻസ് അങ്ങനെ തന്നിട്ട്, ഡാഷ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ that make the use of physician, surgeon, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് തന്നാലും നമുക്ക് എഴുതാം, ഹോസ്പിറ്റലിന് എഴുതാൻ പറ്റൂലേ. അപ്പൊ രണ്ട് ഡെഫിനിഷൻ അവിടെ ഉണ്ട്, ആ ഡെഫിനിഷൻ അവിടെ തരും, അതെന്താ സംഭവം എന്താന്നുള്ളത് എഴുതാം കേട്ടോ. ചോദ്യം നമ്മൾ എഴുതി വെച്ചാൽ മതി അവിടെ എന്താന്നുള്ളത്. നമ്മളോട് കണ്ടേ വാട്ട് ഈസ് ഹോസ്പിറ്റൽ, നമ്മൾ ആൻസർ എഴുതും. അപ്പൊ നമുക്ക് ആൻസർ തന്നിട്ട് ആ സാധനം എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന് എഴുതിയാ പോരെ. ഓക്കെ, മനസ്സിലാവണല്ലേ പറയണത്? ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാ ഇതുകൊണ്ട് ക്ലാസ്, ഭക്ഷണമൊക്കെ എല്ലാരും കഴിച്ചില്ലേ? രണ്ടാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്കും ഒരു ക്ലാസ് ആദ്യം ഇങ്ങനെയാണ്, ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്കും ഒരു ഇതുണ്ടാവും. ഞാനിവിടെ ഏൽപ്പിച്ചു നിർത്തണം, ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ ചോദിക്കും രണ്ടാമത്തെ ഉറക്കാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റാൻഡപ്പ് പറയണോ, അത് ഏൽപ്പിച്ചു നിർത്തണോ എന്നൊക്കെ ചോദിക്കുക ഇടയ്ക്ക്. വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ രാവിലെ വരുമ്പോ മോർണിംഗ് 10:30 നമുക്ക് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തുടങ്ങി ഈവനിങ് 3:30 വരെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും എനർജി കുറവ് തോന്നുന്നുണ്ടോ? മൂന്നാമത്തെ ക്ലാസ് അത് ഉണ്ടാവും ഇല്ലല്ലോ. ഫസ്റ്റ് ഞാൻ എങ്ങനെയാ പറഞ്ഞത് അതേ എനർജി ഞങ്ങൾക്ക് തീരുമ്പോഴും, അല്ലാതെ ആദ്യത്തെ ക്ലാസ് നന്നായിട്ട് എടുത്തു ലാസ്റ്റ് ക്ലാസ് വരുമ്പോ അയ്യോ അതിങ്ങനെ എങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയോ, ആ ഒരു സുഖമില്ല അല്ലെ. എപ്പോഴും ക്ലാസ് നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ വോയിസ് തന്നെയല്ലേ, അല്ലെ, വോയിസ് മോഡുലേഷൻ ആണ് നമുക്ക് സ്കൂളിലും അങ്ങനെയൊക്കെ അല്ലെ. ടീച്ചർമാരൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില ടീച്ചർമാരെ നമുക്ക് ഭയങ്കര ഇതാണ് അല്ലെ, അവരുടെ ആ സൗണ്ടാണ് നമ്മൾ അവിടെ പിടിച്ചിരുത്തുന്നത്. അയ്യോ ചതഞ്ഞേ തൂങ്ങിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്കൂൾ ഉണ്ടാവില്ല ക്ലാസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഉറക്കൊക്കെ പോയി, ഉറക്കം വന്നവർക്കുടെ ഉറക്കം പോയി എന്ന് വിചാരിക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ നമുക്ക് പറയാട്ടോ. ഇത് നമ്മളിങ്ങനെ വൺവേ അല്ലേ, നിങ്ങളുടെ പറയാനൊന്നും ഞാൻ കേൾക്കുന്നില്ല, പുള്ളി മെസ്സേജ് മാത്രമേ ഉള്ളൂ, മെസ്സേജ് ഇട്ടാ ഞാൻ വായിച്ചോളാം കേട്ടോ. ഓക്കെ, ഉറക്കൊന്നും വന്നില്ല എന്ന് പറയണേ. ക്ലാസ് കുഴപ്പമുണ്ടോ? ഇങ്ങനെ മതിയോ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എളുപ്പമാണ്. ഒന്നാമത്തെ മൊഡ്യൂളൊക്കെ നല്ല സിമ്പിൾ ആണ്, 1, 2 ഒക്കെ എളുപ്പമാണ്. ഓക്കെ, ചെറിയ ചെറിയ ചാപ്റ്റർ ആണ്, എളുപ്പമാണ്. യെസ്, ഓക്കെ. പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ആരെയൊക്കെ പരിചയപ്പെടാം, ഒറ്റയടിക്ക് എല്ലാവരെയും പരിചയപ്പെടാനുള്ള ഇതില്ല. അപ്പൊ നമുക്ക് അവിടെ 2 ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 ഡെഫിനിഷൻ തന്നിട്ട് എന്താന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിന്റെ ഇത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Professionally and technically skilled people apply their knowledge and skill with the help of complicated equipments and appliances to provide quality care for the patient. ഇനി വെറുതെ ആരെങ്കിലും അവിടെ ഇരുന്ന് നോക്കാൻ പറ്റും? അതിന് പ്രൊഫഷണലി അവർ പഠിച്ചു വേണ്ടേ? ഇപ്പൊ MBBS ഒക്കെ പഠിച്ച ആളല്ലേ ഡോക്ടർ, അതായത് വെറുതെ ഒരാൾക്ക് പോയി നമ്മളെ നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ അല്ലെ, അങ്ങനെ നല്ല കഴിവുള്ള ആളുകൾ, അതായത് അവർ ആ കോഴ്സ് പഠിക്കണം അല്ലെ, അവർ ആ കോഴ്സ് പഠിച്ച് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല അറിവുള്ള ഒരാളാണ്. പ്രൊഫഷണലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജ്, അവരുടെ അറിവ് അവർ അപ്ലൈ ചെയ്യാം. അവർ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ അവരവിടെ പഠിച്ച കാര്യങ്ങള്, അവര് പ്രാക്ടിക്കല് ചെയ്ത കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോ നമ്മളിൽ അപ്ലൈ ചെയ്യാം
അല്ലേ? നമ്മൾ ചെന്നു അപ്പൊ അവര് ഡയഗ്നോസ് ചെയ്തിട്ടൊക്കെ അവര് പഠിച്ചു വെച്ചേക്കാണ് ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഈ അസുഖമാണ്, അല്ലെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ ഇതിന്റെയാണ്, ഇതിന് ഇന്ന മരുന്നുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അവർ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ അറിവും കഴിവുകളും എന്തിന്റെ സഹായത്തോടു കൂടി ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് equipments and appliances, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള equipments ഉപകരണങ്ങളുടെ ഇതിന്റെ സഹായത്തോടു കൂടി അവിടെ അപ്ലൈ ചെയ്യുന്നു. നമ്മളൊന്ന് വീണൂട്ടാ, വീണ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലാണ്, ഡോക്ടർ പറഞ്ഞു വേഗം തന്നെ പ്ലാസ്റ്റർ ഇടണം, ആണോ അങ്ങനെ പറയോ ഡോക്ടർ? ഡോക്ടർ എന്ത് പറയും? എന്ത് പറയും? കാലിന് ഒരു ചെറിയൊരു നീരൊക്കെ ഉണ്ട്, ഒന്ന് വീണതാണ്, നല്ല വേദനയാണ്, ഡോക്ടർ ഒന്ന് പറയും. എന്ത് പറയും? എക്സ്റേ എടുക്കാൻ പറയും, അല്ലെ? എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ട് അല്ലാതെ ഡോക്ടറിന്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റുമോ? വെറുതെ നമ്മുടെ കൈയുടെ ഇപ്പൊ കൈയാണെന്ന് വെച്ചാൽ കൈയുടെ അയ്യോ ഇവിടെ ഒരു പൊട്ടുണ്ടല്ലോ, ഇതുണ്ടല്ലോ എന്നൊക്കെ ചിന്തലാണല്ലോ എന്നൊക്കെ ഡോക്ടറിന് പറയാൻ പറ്റൂല, അല്ലെ? ഡോക്ടർ പഠിച്ചതാണ്. അപ്പൊ എങ്ങനെ ആ ഡോക്ടറിന് അതിന്റെ ഉള്ളിലുള്ള കാര്യം അറിയണ്ടേ? അത് വയറുവേദനയായി, ഡോക്ടർ ഉടനെ തന്നെ നമ്മളോട് പറയാം ഒന്ന് സ്കാൻ ചെയ്യേ, അല്ലെ? സ്കാൻ ചെയ്ത് വരാൻ പറയാം, ഈ എൻഡോസ്കോപ്പി ചെയ്തു. അപ്പൊ അത് പല ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റികളുണ്ട്, അത് നോക്കിയിട്ടാണ് ഡോക്ടർ പറയണത് ഇന്നതാണ്. അപ്പൊ നമ്മുടെ കാല് നമ്മളോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എക്സ്റേ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അതിന്റെ ഇമേജ് ഡോക്ടർ നോക്കി കഴിയുമ്പോൾ ഡോക്ടർ നമ്മളെ കാണിച്ചു തരും, അല്ലെ? ദേഹണ്ടോ 2 പൊട്ടൽ അവിടെ ഉണ്ട്, നമുക്ക് ഉടനെ തന്നെ അത് പ്ലാസ്റ്റർ ചെയ്യണം, അങ്ങനെയല്ലേ ഡോക്ടർ പറയണേ? അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉള്ളൂ, നമുക്ക് ഇത് ചെയ്യണം എന്ന് ഡോക്ടർ. അപ്പൊ വെറുതെ ഡോക്ടർ പറയല്ലോ, ഡോക്ടർ എന്താ ചെയ്യുന്നേ? ഡോക്ടർ അവിടെ പല എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി പല ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അതിന്റെ കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ആൻഡ് അപ്ലയൻസസ് അതിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? അവരുടെ നോളജും സ്കില്ലും അവിടെ അപ്ലൈ ചെയ്യുന്നു. ശരിക്കും അതല്ലേ നടക്കുന്നത്? എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന് നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കാൻ, അല്ലെ? ക്വാളിറ്റി, ഗുണനിലവാരമുള്ള കെയർ, ക്വാളിറ്റി കെയർ ആർക്ക്? ഫോർ ദ പേഷ്യന്റിന് കൊടുക്കാനായിട്ട്. എന്തെങ്കിലും കെയർ കൊടുത്താൽ മതിയല്ലോ, ക്വാളിറ്റി കെയർ തന്നെ കൊടുക്കണം, നല്ല ഒരു ഗുണനിലവാരമുള്ള ഒരു കെയർ തന്നെ കൊടുക്കണം, അല്ലെ? ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് for diagnosis and the treatment of human ill and to bring back to health and the well-being of those temporarily prevented from enjoying these. നോക്കിയേ, നമുക്ക് എന്താ ഈ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ട, അല്ലെ? നമുക്ക് എന്തെങ്കിലും അനാരോഗ്യം എന്നാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള ഒരവസ്ഥ, അപ്പൊ അങ്ങനെ നമുക്ക് ഒരു അങ്ങനെ സന്തോഷിക്കും. ഇപ്പൊ രോഗം വന്നാൽ നമുക്ക് ഇതാക്കാൻ പറ്റുമോ? രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓടിച്ചാടി നല്ല സന്തോഷമായിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെ എന്താണ്? ഒരു അനാരോഗ്യം അനുഭവിക്കുന്ന ആളുകളെ എന്തിലേക്ക് കൊണ്ടുവരുന്നു? അവരുടെ ആ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, അല്ലെ? നമ്മൾ പനിയായിട്ട് പോയി അയ്യോ ഇത് പറ്റില്ല, കുറച്ചുകൂടി പറ്റില്ലാതെ പോയിട്ട് അവിടെ ചെന്ന് ഒരു 5 ദിവസം ഡോക്ടർ ആന്റിബയോട്ടിക് തന്നു, നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, അത് കഴിഞ്ഞ് നല്ല ചുറുചുറുക്കായിട്ട് എനിക്ക് ഓടിപ്പോരാൻ പാടില്ലേ നമുക്ക്, അല്ലെ? നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെന്നു ഡോക്ടർ മരുന്നൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹെൽത്തിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്, പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഡോക്ടർ, അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽ. നമ്മുടെ രോഗങ്ങളെ എന്ത് ചെയ്യുന്നു? രോഗനിർണയം നടത്തുന്നു, അതിന് ട്രീറ്റ്മെന്റ് നൽകുന്നു. ആൻഡ് ടു ബ്രിങ് ബാക്ക്, എന്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു? ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. എങ്ങനെയുള്ളവരാ? ആൻഡ് വെൽ-ബീയിങ് ഓഫ് ദോസ് ടെമ്പററി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ്. താൽക്കാലികമായിട്ട്, അല്ലെ? നമുക്ക് എന്താ പറയാ, അനാരോഗ്യം സംഭവിക്കുന്ന ആളുകളെയൊക്കെ ഇന്ത്യയുടെ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഇതിലൂടെയൊക്കെ അവരെ പഴയ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ. അതൊന്നും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ഡാഷ് ഈസ് എ പ്ലേസ് എന്നുള്ളത്. 3 ഡെഫിനിഷൻ അവിടെ ഉണ്ട്. ആ ഡെഫിനിഷൻസ് ഡാഷ് ഇട്ട് തരും. ആ ഡാഷ് ഇട്ട് തരുമ്പോ എന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ, ക്ലിയർ ആയോ നോക്കിയ പാരഗ്രാഫ്? ആർക്കെങ്കിലും സംശയം ഉണ്ടോ?
സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. മിസ്സേ ഒന്നുകൂടി വൺസ് മോർ പറഞ്ഞാൽ മതി, ഞാനത് പറഞ്ഞുതരാം. ഈ കുറച്ച് ഗ്യാപ്പിട്ട് കയറിയ അമ്മമാരൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഫോളോ ചെയ്ത് വന്നില്ലേ? എന്നെ ഫോളോ ചെയ്ത് വന്നില്ലേ? ഇല്ലേ? അങ്ങനെ ആരും ഇല്ലേ? എല്ലാവരും യെസ്, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് രണ്ട് ക്ലാസ്സൊക്കെ ആട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ ഇവരെ കൈയൊക്കെ നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് നല്ല ഇതിലേക്ക് ഒപ്പം തന്നെ ഇവരുടെ ഒപ്പം തന്നെ എത്താൻ പറ്റും. ആ ചെറിയൊരു ഗ്യാപ്പ് നമ്മള് കുറച്ചാള് പഠിക്കാതേക്ക് ഇരുന്നല്ലേ അല്ലെ, അതിന്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ. എന്നാലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഓരോന്ന് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ലാസ്റ്റ് നോക്കി ഒരു പാരഗ്രാഫ് കൂടെ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ ഇന്നൊരു ചാപ്റ്റർ ഒന്ന് പഠിച്ചു കേട്ടോ. ഒറ്റ പേജേ ഉള്ളൂ, കുഞ്ഞു ചാപ്റ്റർ. ഇനി നോക്കിയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷൻ. WHO എന്ന് കേട്ടിട്ടുണ്ടോ? അത് എക്സാമിന് ചോദിക്കും. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ചോദിക്കും എക്സ്പാൻഡ് WHO, അല്ലെങ്കിൽ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് WHO. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. ഇതിന്നല്ല ഏതിനാണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിക്കാം എക്സാമിന്. അപ്പൊ ആദ്യത്തെ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഓരോന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. WHO എന്ന് പറഞ്ഞ എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഒരു ഡെഫിനിഷനും കൂടി ഉള്ളോടെ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഒരു ഡെഫിനിഷനാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഏജൻസിയാണ് WHO എന്ന് പറയുന്നത്. പൊതുജന ആരോഗ്യത്തിനായിട്ടുള്ള ആഗോള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഏജൻസിയാണ് WHO. നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലെ എല്ലാവർക്കും നല്ല തുല്യ അവസരം ഉറപ്പാക്കാനായിട്ട് ഈ WHO അത് ലക്ഷ്യമിടുന്ന ഇന്ത്യയില് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് WHO. പല ഇതിനകത്തുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് WHO. ഡീറ്റെയിൽ ഒന്നും വേണ്ട. എന്താണ് അവിടെ ഡെഫിനിഷൻ? ഒരു എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എക്സ്പാൻഡഡ് ഫോം ഉള്ളൂ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞേ? A hospital is an integral part of medical and social organization. Medical social organization integral എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഹോസ്പിറ്റൽ. Is an integral part of medical and social organization. The function is to provide for the population complete health care. എന്താ ഫംഗ്ഷൻ? എന്താ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ? എന്താ? is to provide for the population complete health care. ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുക, പ്രദാനം ചെയ്യുക. പോപ്പുലേഷന്റെ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ആണ്, പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യ പരിചരണം പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. For the population complete, which is to provide for the population complete health care. Both എങ്ങനെയാ? ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. നമ്മൾ പറഞ്ഞ മീനിങ് തന്നെയാണ് ക്യൂറേറ്റീവ്, രോഗശമനം. പ്രിവെന്റീവ്, രോഗപ്രതിരോധം, രോഗശാന്തി, രോഗപ്രതിരോധം. ഇതൊക്കെ ഉൾപ്പെടെയുള്ള പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ. ഇനി നോക്കി ആൻഡ്പുസ് ഔട്ട് പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റിന് മാത്രമല്ല കേട്ടോ. ആൻഡ്പുസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ആൻഡ് ഹിസ് ഹോം എൻവയോൺമെന്റ്. കണ്ടോ? ആർക്കൊക്കെ കൊടുക്കുന്ന? പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യന്റ് മെഡിക്കൽ കെയർ ഗിവൺ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ്, ഇതൊക്കെ ചാപ്റ്ററുകളാണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് നമുക്ക് പഠിക്കാണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാണ്ട്, ഇൻ പേഷ്യന്റ് പഠിക്കാണ്ട്, അതൊക്കെ ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാണ്ട്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD ചെല്ലാറില്ലേ നമ്മള്? ഫസ്റ്റ് ഡോക്ടറിനെ കാണാൻ OPD-യിലല്ലേ ചെല്ലണേ. ഇനി അവിടെ ചെന്നിട്ട് അഡ്മിറ്റ് ആയാൽ മാത്രം ഇൻ പേഷ്യന്റിലേക്ക് പോയാൽ മതി, IPD-യിലേക്ക് പോയാൽ മതി അല്ലെ? അപ്പൊ നോക്കിയേ, ഔട്ട് പേഷ്യന്റ് സർവീസുകള് ആൻഡ് റീച്ച് ഔട്ട് ഫാമിലിക്കും അതുപോലെ ആ ചുറ്റുപാടിനും കൂടി എന്ത് ചെയ്യുന്നു? ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞു? ഫാമിലിക്കും ചുറ്റുപാടിനും കൂടി സർവീസ് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽ.
and whose outpatient services reach out to the family and its home environment. Family ചുറ്റുപാടിനും കൂടി എന്ത് ചെയ്യുന്നു സർവീസ് കൊടുക്കുന്നുണ്ട്. The hospital is also a center for training of health workers and biosocial research. എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹെൽത്ത് വർക്കേഴ്സിന്റെ ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെ ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. Hospital is also a center for training of health workers and biosocial research. Health workers ഇന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ഇത് മൊത്തം എന്താണ് WHO ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ പഠിക്കേണ്ട, ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. WHO എന്താണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ എന്താണ് WHO എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ? മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് ഹോസ്പിറ്റൽ. ഈ ഫംഗ്ഷൻ എന്താ? പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുക, പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതെങ്ങനെയാ? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിഡിക്റ്റീവ്. പിന്നെ അടുത്ത് പേഷ്യന്റിന് മാത്രമല്ല ഔട്ട് പേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്, അവരുടെ ഫാമിലിക്ക്, ഹോം എൻവയോൺമെന്റ്, അവരുടെ പരിസ്ഥിതിക്കും കൂടി സർവീസ് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് സെന്റൻസിൽ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഇസ് എ സെന്റർ ഫോർ ട്രെയിനിങ് ഓഫ് ആർക്കടെയൊക്കെ ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡ് എല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ലാറ്റിൻ നോൺ ആണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ വേർഡ്? ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ വേർഡ്സ് എല്ലാം ഡിറൈവ് ചെയ്തിരുന്നത്. ഇനി ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ 4 മീനിങ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെയാ? ഗസ്റ്റ് എന്ന് പറഞ്ഞു, വിസിറ്റർ എന്ന് പറഞ്ഞു, ഹോസ്റ്റ് പറഞ്ഞു, സ്ട്രേഞ്ചർ പറഞ്ഞു. ഇതെല്ലാം ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു പണ്ട് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് മാത്രം തരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഒരു 50 വർഷങ്ങളായിട്ട് ഇപ്പൊ അത് പഴയ ആശയത്തിൽ നിന്നും ഒത്തിരി മാറി. ഇപ്പൊ എന്ന് പറഞ്ഞ എന്താണ്? രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമല്ല, അതുകൂടാതെ ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് പണ്ടത്തെ ഒരു ആശയത്തിൽ നിന്നും ഹോസ്പിറ്റലിന്റെ ആശയം ഇന്ന് പൂർണ്ണമായി മാറി. അവിടെ ഈ മെഡിക്കൽ കെയർ ട്രീറ്റ്മെന്റ് അതിന്റെ ഒപ്പം തന്നെ കുറേയും കൂടി ഫെസിലിറ്റികൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്രിഹെൻസീവ് പ്രിവെന്റീവ് ക്യൂറേറ്റീവ് റീഹാബിലിറ്റേഷൻ സർവീസ് കൂടി ഹോസ്പിറ്റൽ തരുന്നുണ്ട്. പിന്നെ നമ്മൾ 3 ഡെഫിനിഷൻ അവിടെ പഠിച്ചത്. ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട, ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ 3 ഡെഫിനിഷൻസ് നോക്കാട്ടോ, ഇത് നോക്കി വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അപ്പൊ നമ്മൾ WHOന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ പഠിച്ചു വെക്കണം. സോഷ്യൽ WHO ഡെഫിനിഷൻ നോക്കണം. പിന്നെ നമ്മൾ അതിനകത്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ അനിവാര്യമായ ഭാഗമാണ്. ഫംഗ്ഷൻ എന്താണ്? പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. ഫംഗ്ഷൻ പിന്നെ ബോത്ത് എങ്ങനെയാണ്? ക്യൂറേറ്റീവ് പ്രിവെന്റീവ് സർവീസ് തരുന്നുണ്ട്. പിന്നെ പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും എൻവയോൺമെന്റിനും കൂടി ഒരു ചുറ്റുപാടിനും കൂടി സർവീസ് കൊടുക്കുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റല്. പിന്നെ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്? ബയോ സോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഹെൽത്ത് വർക്കേഴ്സിന്റെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഇന്ന് തന്നെ വായിച്ചു വെക്കോ? ഒരു പേജല്ലേ ഉള്ളൂ, തന്നെ വായിച്ചു വെക്കോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാം നല്ല സുഖമായിട്ട് എഴുതാണ്ട പിള്ളേരെ, അതാണ് ആദ്യം മുതൽ നമ്മൾ പറയുന്നത്. ചില പിള്ളേരെ ലാസ്റ്റ് എത്തുമ്പോൾ അയ്യോ മിസ് അന്ന് മിസ് പറഞ്ഞ പോലെ ആദ്യം തുടങ്ങി വായിക്കായിരുന്നു, ലാസ്റ്റ് എത്തിയപ്പോ എല്ലാ ചാപ്റ്ററും കൂടി ആയിട്ട് ആകെ കൺഫ്യൂഷൻ ആയി എന്ന് പറയും. ഒരാവശ്യമില്ല. നമ്മൾ ഇന്നെന്താ എടുത്തേ? ഇന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, ഒന്നിൽ കൂടുതലൊന്നും ആരും വായിക്കണ്ട കേട്ടോ. ഒന്നി ടെക്സ്റ്റ് ഉള്ളവര്, ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് അടുത്ത ദിവസം കിട്ടും. ഒരു പ്രാവശ്യം വായിച്ചിട്ട് കിടന്നാൽ മതി. ഓക്കെ, ഇനി പിള്ളേരൊക്കെ പഠിക്കുമ്പോ നമുക്ക് കൂടി ഒപ്പം ഇരുന്ന് പഠിക്കാം. പിള്ളേരുടെ പഠനം കഴിഞ്ഞ് നിങ്ങൾ ചോദ്യം കഴിഞ്ഞ് കിടക്കണേക്കാളും ഒരു 10 മിനിറ്റ് മതിയല്ലോ.
വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് നല്ല ഓർമ്മ നിൽക്കും, എക്സാമിന് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, നീ ഇപ്പൊ ആരാ ജാസ്മിൻ കുട്ടി ഇവിടെ ഉണ്ടോ? എന്നെ കണ്ടു എന്ന് പറഞ്ഞ എവിടെ വെച്ചാ ജാസ്മിനെ? ഒന്ന് അഡ്മിറ്റ് ചെയ്യാം. 2 മിനിറ്റ് എന്തോ. ജാസ്മിൻ പോയോ? എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറയണ്ടേ? വേറെ ആരും എന്നെ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങളൊക്കെ ഇവിടെ അടുത്തുനിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവരാ? ഇല്ല അല്ലെ? ദൂരെയാണ് ഓരോരുത്തരൊക്കെ. ക്ലാസ്സുകളൊക്കെ പറ്റുന്നവരൊക്കെ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറാൻ നോക്കുക. എനിക്ക് 3 ദിവസമാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വരും. അപ്പൊ നാളെ ഇതിന്റെ ബാക്കിയില്ല, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ആണ്. സിമ്പിൾ ആണ്, എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് ഹിസ്റ്ററി. അപ്പൊ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്താ വിശേഷം? നാളൊക്കെ ഓക്കെ, ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ 2 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ഇവിടെ ആരൊക്കെയാണ്? അവിടെ ആലുവ, എറണാകുളം ആ ഒരു സെക്ഷൻ ഇവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്തേക്കുന്നവരുണ്ടോ? ഉണ്ടോ? നമിതയാണോ? നമിത എവിടെ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്? എറണാകുളം. എറണാകുളത്ത് നിന്നാണ്. ഓക്കെ, എന്താ കോഴ്സ് കഴിഞ്ഞത്? ഞാൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞതാ. അതെ, നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിലും ഫസ്റ്റ് ചാപ്റ്റർ ഫാർമസി ആണ്. അപ്പൊ നമിതയുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം അല്ലെ? നമ്മൾ പഠിക്കുന്ന ആരെയൊക്കെ ശരിയാണോ നോക്കാം. ഓക്കെ, ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലും ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, പിന്നെ വേറെ ആരാണ്? ജസ്റ്റ് 1-2 പേരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ എന്താ ആരെങ്കിലും എറണാകുളത്തുനിന്ന് കിട്ടിയൊരു ചാൻസ് ആട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും സമയം കിട്ടൂല. വേറെ ആരാ? 33 പേരുണ്ടല്ലോ, ആരെയൊന്നും മിണ്ടാത്തെ? നമ്മുടെ കുട്ടി മാത്രമുള്ളോ? വേറെ ആരും ഒന്നും പറയാറില്ലേ? ഈ ഓരോരുത്തരെ ഞാൻ വിളിക്കണോ? എന്നോടൊന്നും ചോദിക്കാല്ലേ നിങ്ങക്ക്? മിസ്സിന്റെ വീട് എവിടെയാണോ? അല്ലെങ്കിൽ എന്തില്ലേ? എന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അല്ലെ? പേര് രമ്യാതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും അത് ചെയ്യാമെന്ന് ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ബാക്കി നമുക്ക് എന്നാൽ നാളെ ക്ലാസ് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, ma'am.